അള്ളാഹു പ്രപഞ്ചത്തിന് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസനബിയെ ഈ ഖിയാമത്ത് നാളിൽ ഈമാനില്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കിഷ്ടമുള്ള പോലെ ഇവിടെ ജീവിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ കൂടെ നിങ്ങൾ ആരും കൂടരുതേ എന്ന് അള്ളാഹു അവിടെ തന്നെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് സംഭവം. ഇതില്ല, എക്സാം ഉണ്ട് എന്ന് പറയുമ്പോൾ എക്സാം ഇല്ല എന്ന് പറയുന്ന ചില ഹവയുടെ അടിമകളുണ്ടാകും, നിങ്ങൾ അവരുടെ കൂടെ കൂടരുത് എന്ന് സയ്യിദന മൂസ അലൈഹിസ്സലാമിനോട്. അതായത് കർമ്മം ഇവിടെ വിന്യസിക്കുമ്പോൾ ആ കർമ്മത്തിന് പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് അതാണല്ലോ അതിൻ്റെ രീതി. നമ്മളോട് കർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരു ജോലിക്ക് ആളെ വിളിച്ചു, ആൾക്ക് ജോലി തീരുമ്പോൾ വേതനം കൊടുക്കണം, അത് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ ശരീഅത്താ നമ്മുടേത്, അല്ലേ? വേതനമുണ്ട് എന്നറിയുമ്പോഴാണ് നമ്മൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിനിന് അള്ളാഹു പ്രോഗ്രാം ചെയ്തത്. അങ്ങനെയാണ്. നിങ്ങൾ പണിയെടുത്തോട് ഒരു സംഗതി കിട്ടൂല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവോ? ആരെങ്കിലും പണിയെടുക്കുവോ? വിശക്ക തരാം, 5 പൈസ ശമ്പളം തരൂല എന്ന് പറഞ്ഞാൽ പണിയെടുക്കുവോ? ഇല്ല. ഇനി ശമ്പളം തരാമെന്ന് പറഞ്ഞാലും അത് ഒരു മാന്യമായ ശമ്പളമൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവിടൊക്കെ ഉഴപ്പും ആളുകൾ. എന്തേ? അത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ജസാ നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. അള്ളാഹു പ്രതിഫലം കൊടുക്കും. വലിയ കാരുണ്യവാനാണ്. പക്ഷെ പിടുത്തം വിട്ട് കളിക്കുന്നവരെ അള്ളാഹ് ശിക്ഷിക്കുകയും ചെയ്യും. റഹ്മത്ത് വലിയ റഹ്മത്താണ്. ഒരു ഹസനത്തിനെ 10 അള്ളാഹു താല മാറ്റി കൊടുക്കുകയാണ്. ഒന്നിന് 70ഉം 70,000ഉം അതിലേറെയും അള്ളാഹു താല കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന വിധം തുലാസിൽ ഒരു നന്മയും ഒരു തിന്മയുമാണ് ഉള്ളതെങ്കിൽ ആ ഒന്നിന് 10 അള്ളാഹു കനം തൂക്കും. പക്ഷെ ഇവിടെ 10 ഒരു നന്മ ഉള്ളിടത്ത് 11 തിന്മ ചെയ്തിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം അത് റേഷ്യോയിൽ ഭയങ്കര വ്യത്യാസം വന്നു. അത് ഒരു നന്മയുടെ സ്ഥാനത്ത് 11 തെറ്റാ ചെയ്തിട്ടുള്ളത്. അതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിച്ചിട്ട് പോലുമില്ല. പടച്ചോനെ എനിക്കൊന്ന് മാപ്പ് തരണേ എന്ന് പോലും റബ്ബിനോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ റബ്ബിനോട് തൗബ ചെയ്തിട്ട് പോലുമില്ല. അങ്ങനത്തെ ആളുകളെ അള്ളാഹു ശിക്ഷിക്കും. കാരണം ഇത് തമാശക്ക് വിട്ട ലോകമല്ല. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അതുകൊണ്ട് ജോലിക്ക് പ്രതിഫലമുണ്ട്, അമലിന് ജസാ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജസാഇനെ കുറിച്ച് പറഞ്ഞത്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല, അല്ലേ? നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളെ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ അല്ലാഹു തആല ആനയിക്കും. ഇതൊക്കെ ഓരോ അമലിനും അല്ലാഹു തആല കൊടുത്ത പ്രതിഫലങ്ങളാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. നിങ്ങളുടെ തെറ്റുകൾ മിഥല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളോളമാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും. ഇതൊക്കെ പ്രതിഫലങ്ങളാണ്, ജസാവുകളാണ്. ഇതിന് ചെറിയ ചെറിയ വാക്കുകൾക്കാണ്, ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റുകൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലങ്ങളാണ്. അതുകൊണ്ട് ജസാ മനുഷ്യനെയും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ആളുകൾക്ക് എന്ത് ചെയ്യണം? ശമ്പളം കൊടുക്കണം. അവരെന്ത് ചെയ്യരുത്? പറഞ്ഞു പറ്റിക്കരുത്. ശമ്പളം കൊടുത്തിരിക്കണം, ജസാ കൊടുക്കണം. ഒരു അമലിന് ജസാ കൊടുക്കണം. മുതലാളിമാരോടൊക്കെ ഒരു കാര്യം ഉണർത്തുകയാണ്. ജോലി കൊടുക്കുന്ന ആളുകൾ, എംപ്ലോയേഴ്സ്, ഓലൊരു പക്ഷേ നാട്ടുകാർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് ഇവർ പരിഗണിക്കേണ്ടത് സ്വന്തം എംപ്ലോയീസിനെയാണ്. അവനവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പണിക്കാർക്ക് ഒരു മാന്യമായ ശമ്പളവും അവർക്കൊരു സന്തോഷത്തിന് പെരുന്നാളോ റമദാനോ വിശേഷപ്പെട്ട ദിവസമോ വരുമ്പോൾ ഒരു ഇൻക്രിമെന്റ്, എന്തെങ്കിലും ഒരു അധികം, ഒരു സമ്മാനമായിട്ട് ഒരു 100-200 അവർക്ക് കൊടുക്കുന്നു. അതുപോലും കൊടുക്കാതെ അവരുടെയൊക്കെ ചങ്കിന് പിടിച്ചു വെച്ചിട്ട് നാട്ടുകാർക്ക് ലക്ഷങ്ങൾ വാരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ ഈ പാവങ്ങളുടെ അവരുടെ വിയർപ്പാണ്. അവരുടെ വിയർപ്പിൽ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടുന്നത്. അത് നമ്മൾ ഏറ്റവും അർഹിക്കുന്നത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന എംപ്ലോയീസിനെയാണ്. പിന്നെ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽപക്കങ്ങൾ, ഇതൊക്കെ ക്ലിയർ ചെയ്തതിൻ്റെ ശേഷമാണ് ആ സർക്കിളിൻ്റെ പുറത്തേക്ക് പോകേണ്ട കാര്യം തന്നെയുള്ളൂ. എപ്പോഴും ചെയ്യേണ്ട കാര്യം അതാണ്. റമദാനൊക്കെ വരുന്നുണ്ട്. റമദാന് ചില ആളുകൾ എന്ത് ചെയ്യും? ശമ്പളം പകുതിയാക്കി കുറക്കും. എന്നാൽ പണിക്ക് കുറവൊന്നുണ്ടോ? പണിക്ക് കുറവൊന്നുമില്ല, ടൈമൊക്കെ അതേപോലെ തന്നെയാണ്. പക്ഷെ അതൊരു എഗ്രിമെൻ്റാണ്. നിങ്ങൾ അങ്ങനെ പരസ്പരം എഗ്രി ചെയ്ത വിഷയമാണ്, ഒരു കുഴപ്പമില്ല. അല്ലാതെ പെട്ടെന്ന് നമുക്ക് അത്ര തരാൻ പറ്റുള്ളൂ. കൊറോണക്കൊക്കെ വെറുതെ ശമ്പളം കുറച്ച് ആൾക്കാരുണ്ട്, ജോലിയുണ്ട്, നല്ല ബിസിനസ് വന്നിട്ടുണ്ട്. ബിസിനസ് ഇല്ല, തളർന്നു പോയതിനെ കുറിച്ചല്ലേ പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനുഷ്യന്മാർ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, അല്ലേ? പക്ഷെ അല്ലാത്തതിൽ പിടിച്ചു വെക്കുക, സ്വന്തം കടപ്പാടുള്ളവരുടെ ജസാഇനെ പിടിച്ചു വെക്കുക, എന്നിട്ട് ഇപ്പുറത്ത് വാരിക്കോരി കൊടുക്കുക. എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ടൊരു പ്രതിഫലം കിട്ടൂല.
നമ്മൾ ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, അധ്വാനിക്കുന്ന ശരീരത്തിന് പ്രതിഫലം കൊടുക്കണം. അത് മാന്യമായ ശമ്പളവും അവർക്ക് വേണ്ടത് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ആർക്ക് വെച്ച വാരിക്കൂരി കൊടുത്തോ. പക്ഷെ ഔലവീയ പ്രാധാന്യം ഇവർക്കാണ്. എന്തിന്? അവർ നിങ്ങൾക്ക് അമല് ചെയ്യുന്നവരാ, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരല്ലേ. അവരുടെ ജസാ നിങ്ങളുടെ മേൽ അള്ളാഹു ബാധ്യതയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് കഴിച്ചിട്ട് മതി ബാക്കി വിഷയങ്ങൾ. ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അമലുകൾക്ക് ജസാ നൽകുന്ന ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ആ ദിവസത്തിനെയാണ് അസ്സാഅ എന്ന് വിളിച്ചത്. അതിനെ